നമസ്കാരം, നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്ലോക്കാണ് സർവീസിന് വന്നേക്കണേ. അപ്പോൾ ക്ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങാതിരിക്കുന്ന പ്രശ്നമൊന്നുമല്ല, ക്ലോക്ക് ഫാസ്റ്റായിട്ട് ഓടുക. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പം ഞാനിവിടെ ഇതിൻ്റെ മെഷീനാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇതിൻ്റെ ബാറ്ററി ഒന്ന് മാറ്റി നോക്കണം. അതായത് ചില കോട്സിൻ്റെ ഒക്കെ മെഷീൻസ് ബാറ്ററി തീരാറാവുന്ന സമയത്ത് ഇതുപോലെ ഫാസ്റ്റായിട്ട് ഓടാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാറ്ററി ഒന്ന് മാറ്റി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോക്കിൻ്റെ മെഷീനിലൊന്നും നമുക്കധികം സർവീസൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതൊന്നും നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഇതിൻ്റെ മെഷീൻ മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷീൻ നമുക്ക് എല്ലാ മോഡലിൻ്റെയും മെഷീൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് എളുപ്പത്തിൽ മാറ്റിയെടുക്കാമെന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക വഴി. അപ്പോൾ ഇതിൻ്റെ മെഷീൻ ഇങ്ങനെയാണ് മാറ്റുന്നത്. അപ്പോൾ ഇതിന് എല്ലാ മോഡൽസിനും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ബാക്കിലത്തെ സ്ക്രൂകളൊക്കെ. അപ്പോൾ അത് നമ്മൾ നോക്കി മാറ്റുക. അതിനുശേഷം നീഡിൽസ് പതിയെ വലിച്ചൂരുക. ഇതൊക്കെ പ്രസ് ടൈപ്പ് നീഡിൽസാണ്, എല്ലാം പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ പതിയെ നമ്മൾ വലിച്ചൂരുക. ഊരുമ്പോൾ അത് ബെൻഡ് ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഞാൻ 3 നീഡിലും ഊരി എടുത്തിട്ട് എൻ്റെ മുകളിലൊരു നട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഊരി കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ പുറത്തേക്ക് വരും. അപ്പോൾ അതേ നമ്മുടെ മെഷീൻ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻ പല സ്ഥലങ്ങളിലും പല വിലയാണ്. ലോക്കൽ ഷോപ്പിലൊക്കെ ഏകദേശം 100 രൂപ വിലയുണ്ട്. ചിലയിടത്ത് 60, ചിലയിടത്ത് 40 ആയിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതേ പുതിയൊരു മെഷീൻ മേടിച്ച് അതുപോലെ തന്നെ നട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പതിയെ ചെയ്യുക എന്ത് കാര്യം ചെയ്യുമ്പോഴും, കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കനത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മാസം പിടിച്ചാൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ എന്താ നമ്മൾ മെഷീൻ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഷീൻ വയ്ക്കുമ്പോൾ അലൈൻമെൻറ്റ് മാറിപ്പോരുത്, അതുപോലെ തിരിഞ്ഞും പോരുത്. അപ്പോൾ മെഷീൻ വെച്ചതിന് ശേഷം നമ്മൾ നീഡിലിടുമ്പോൾ ഏതൊരു സമയം നമ്മൾ മനസ്സിൽ കണ്ട് അതിലേക്ക് സെറ്റ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ 12 മണിയിലേക്കാണ് ആദ്യത്തെ മണിക്കൂർ സൂചി സെറ്റാക്കുന്നത്. അതേ പൊസിഷനിൽ തന്നെ നമ്മൾ മിനിറ്റ് സൂചിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂചി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തമ്മിൽ വരയാൻ പാടില്ല. തമ്മിൽ വരഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ അത് നീഡിൽ വളയാതെ ശ്രദ്ധിക്കും വേണം. അപ്പോൾ നമ്മൾ നീഡിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇതേ മെഷീൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പുതിയ ബാറ്ററിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. പഴയ ബാറ്ററി നമ്മൾ ചാർജ് ഉണ്ട്, എന്നാലും സർവീസിന് വന്നാലേ അപ്പോൾ നമുക്ക് പുതിയൊരു ബാറ്ററി കൂടി ഇടാം. അപ്പോൾ അത് ആ സെക്കൻഡ് സൂചി ഞാൻ പ്രസ് ചെയ്ത് ശരിയാവാത്തതിനാണ് നാടി കളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്ലോക്ക് സെറ്റപ്പ് ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ക്ലോക്കിന് ഇഷ്യൂസാണ് അല്ലെങ്കിൽ കറങ്ങാണ്ടിരിക്കുന്ന കേസൊക്കെ വരികയാണെങ്കിൽ ക്ലോക്ക് കളയണ്ട, മെഷീൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിതിന് സർവീസ് ചാർജ് മേടിച്ചത് 120 രൂപയാണ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നീഡിൽ ഫുള്ളായിട്ടൊന്ന് തിരിച്ച് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും എവിടെയെങ്കിലും ഒരസുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ കറക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും തമ്മിൽ ഒരസുണ്ടോയെന്ന്. അപ്പോൾ ഒരേയുണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഞാൻ തിരിച്ച് നോക്കിയപ്പോൾ വേറെ തട്ടലും മുട്ടലൊന്നും കാണാനില്ല. അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു രസകരമായ വർക്കാണ്. അപ്പോൾ ചെറിയ ചെറിയ പണികളുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് എടുക്കാവുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.